മരിച്ച ആളുകളെ കൊണ്ടുപോകലായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. പൈസക്ക് വേണ്ടി മാത്രം ചെയ്തൊരു പണിയായിരുന്നു അത്. 10,000 പേരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് കബറടക്കിയിട്ടുണ്ട്. 6,000-ലധികം ആളുകളെ ഞാൻ എൻ്റെ അതേ കൈ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുകയും കഫം പുടവ ചുറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മയ്യത്തിൻ്റെ കവറ് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. അതിൻ്റെ ശരീരത്തിൽ മുഴുവനും പുഴുക്കളാണ്. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ പുഴുക്കൾ വരുന്നു. വായിൽ നിന്ന് 8 കാലുകൾ വരുന്നു. ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു മയ്യത്തായിരുന്നു അത്. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മുസ്ലിം അല്ലാത്ത അയാളുടെ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അയാളെ ഒരിക്കലും കബറടക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് അയാളെ കത്തിക്കണം, ദഹിപ്പിക്കണം. ഞാൻ ഒരുപാട് എതിർത്തെങ്കിലും അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ അയാളുടെ ആ സഹോദരൻ്റെ മൃതശരീരം അവർ കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അയാളുടെ ശരീരത്തിൽ തീ തട്ടിയപ്പോൾ ആ മയ്യത്ത് ചാടി എണീറ്റു. പോലീസുകാർ സൈറൺ ഇട്ട് അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ അവർ വണ്ടി നിർത്തുന്നില്ല. പോലീസുകാർ ചേസ് ചെയ്യുന്നു. അങ്ങനെ ആ കാറ് നിർത്താതെ പോയി ഒരു പോസ്റ്റിൽ ഇടിച്ചിട്ട് തെറിക്കുന്നു. മാത്രമല്ല ആ കാറ് കംപ്ലീറ്റ്ലി കത്തി നശിക്കുകയാണ്. ആ 2 ചെറുപ്പക്കാരും പൂർണ്ണമായിട്ട് കത്തിക്കരിഞ്ഞിട്ടാണ് മരിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു അന്ന് എന്തിനാണ് ഇവരെ കുളിപ്പിക്കുന്നത്. പക്ഷേ എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിലനിൽക്കാണ് ഞാൻ അവരെ കൊണ്ടുപോയി ടവൽ ഉപയോഗിച്ച് ഒപ്പി അവരുടെ കഫം പുടവയും അവരുടെ കുളിയൊക്കെ ഞാൻ നിർവഹിക്കുന്നത്. ഉപ്പ മരിച്ച ദിവസം ഇപ്പോഴും എനിക്കെൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ആ കാഴ്ച കാണുന്നത് പോലെ നിൽക്കുകയാണ്. കാരണം ഉപ്പയെ ഞാൻ കുളിപ്പിക്കുമ്പോൾ ഉപ്പ വളരെ ചെറുപ്പത്തിൽ എന്നെ കുളിപ്പിച്ചതാണ് എനിക്ക് ഓർമ്മ വന്നിരുന്നത്. ഞാൻ ഉപ്പയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുമ്പോൾ ഉപ്പ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഉപ്പയെ ഞാൻ കബറടക്കാൻ വേണ്ടി കാറിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ പിറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഉപ്പ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് എനിക്കപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഞാൻ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ ഇതൊരു തുടക്കമാണ്, പുതിയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ചാനലിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. മുസ്ലിം അണ്ടർടേക്കർ എന്നറിയപ്പെടുന്ന അഹമ്മദ് ഹറൈച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കാണുന്നത്. 10,000-ലധികം ആളുകളെ ഖബർ കുഴിച്ച് അതിലേക്ക് ഇറക്കി വെക്കുന്ന 6,000-ലധികം ആളുകളെ തൻ്റെ സ്വന്തം കൈകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുകയും കഫൻ പുടവ നിർവഹിക്കുകയൊക്കെ ചെയ്ത ഒരു അത്ഭുത മനുഷ്യൻ. ഇദ്ദേഹം മുസ്ലിം ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് മുസ്ലിം അണ്ടർടേക്കർ എന്നാണ്. അത്രമേൽ വിഖ്യാതനായ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ വളരെ പ്രസിദ്ധനായ ഓസ്ട്രേലിയയിൽ നിന്നുള്ള അഹമ്മദ് ഹറൈച്ചിയുടെ ജീവിത കഥയാണ് ഇന്ന് നമ്മൾ ചാനലിലൂടെ സംസാരിക്കുന്നത്. 14-ാമത്തെ വയസ്സിലാണ് ഉമ്മയിൽ നിന്ന് കേട്ട ഒരു നഷീദ് ഇദ്ദേഹമായിട്ടുള്ള മരണത്തിലേക്ക് അല്ലെങ്കിൽ ആ മരണ പ്രണയത്തിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുന്നത്. ആ നഷീദയുടെ വരികൾ ഇങ്ങനെയാണ്: അവർ നിന്നെ ആ മണ്ണിലേക്ക് കൊണ്ടുവരുന്നു, മണ്ണിൽ നിന്നെ മൂടി അവർ തിരിച്ചു പോകുന്നു, പിന്നീട് അവർ നിന്നെ കാണുന്നില്ല എന്നൊക്കെ തുടങ്ങുന്ന ഒരു അറബി നഷീദാണ് അദ്ദേഹത്തെ ഈ മരണ പ്രണയത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് വളരെ ചെറിയ പ്രായം മുതലേ ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ലെബനീസുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അവിടുത്തെ ഒറിജിനാണ് ഇവർ. പക്ഷേ ഇദ്ദേഹം ജനിക്കുന്നത് സിഡ്നിയിലാണ്, ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹറൈച്ചിക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, അത്ലറ്റ്, ജിമ്മ്, കരാട്ടെ, ബോക്സിങ് തുടങ്ങിയ എല്ലാവിധ സ്പോർട്സ് ഐറ്റംസിനോടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അഗാധമായ പ്രണയവും. അത്രമേൽ ഇയാൾ പാഷനേറ്റ് ആയിരുന്നു. ആ സമയത്ത് തന്നെയാണ് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇയാൾ മരിച്ച ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സിലൊക്കെയാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത്. അഥവാ മരിച്ച ആളുകളെ ഖബർ കുഴിക്കുന്നിടത്തേക്കും ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ജോലിയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത്. വളരെ രസകരമായിട്ട് ഹൈച്ചി ഈ കാലത്തെ അനുഭവങ്ങളെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് ആ ജോലി ഖബർ കുഴിക്കുന്നതിലേക്ക് എത്തുന്നു. ആ സമയത്ത് തന്നെ ഇയാൾ ഈ ബോഡി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജിമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തലത്തിൽ വളരെ വിഖ്യാതനായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കിഡ്നി ഫെയിലിയർ ആവുന്നു. അത് ഈ മനുഷ്യൻ്റെ ചിന്തയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അവർ അന്നേ വരെ ചിന്തിച്ചിരുന്ന ജീവിത വീക്ഷണങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ അഹമ്മദിലുണ്ടാവുന്നു. 1996-ലാണ് ആദ്യമായി അഹമ്മദ് ഒരാളെ ഖബറടക്കുന്നത്. അതിനുശേഷം ഇന്ന് 2026 നിൽക്കുമ്പോൾ അത് 10,000 കടന്നിരിക്കുന്നുവെന്ന് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ പറയുന്നുണ്ട്. അതേസമയം തന്നെ 6,000 ആളുകളെ താൻ കുളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
എന്തുകൊണ്ട് ഈ ഒരു ജോലി എന്ന ചോദ്യത്തിന് അദ്ദേഹം വളരെ രസകരമായിട്ട് മറുപടി പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ മരിച്ച ആളുകളുടെ ശരീരം കൊണ്ടുപോകുന്നത് പൈസക്ക് വേണ്ടി മാത്രം ചെയ്ത ജോലിയായിരുന്നു. അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ തൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന മരിച്ച ആളുകളെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇങ്ങനെ ഖബർസ്ഥാനിലേക്കും അല്ലെങ്കിൽ മരിച്ചവരെ കൊണ്ടുപോകുന്ന ഈ മോർച്ചറിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ജോലിയായിരുന്നു. പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തായിരുന്നു. മാത്രമല്ല, നല്ല പൈസയും കിട്ടും. സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ പൈസ ഇങ്ങനെ മരിച്ച ആളുകളെ കൊണ്ടുപോവുക, മരിച്ച ആളുകളെ കുളിപ്പിക്കുക, മരിച്ച ആളുകളെ കഫൻ ചെയ്യുക, അതിന് കിട്ടും. അതുകൊണ്ട് സാധാരണ ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്നത് കൊണ്ടാണ് അഹമ്മദ് ഇതൊരു ജോലിയായിട്ട് ആദ്യം ഏറ്റെടുക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് ഇറങ്ങും. എന്നിട്ട് നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്ക് അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരാനാണ്. അവർ കൂട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ട് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഓടുന്ന സംഭവമൊക്കെ വളരെ രസകരമായിട്ട് അഹമ്മദ് അവതരിപ്പിക്കുന്നുണ്ട്. അഹമ്മദിൻ്റെ ജീവിതം തന്നെ വളരെ രസകരമാണ് എന്നുള്ളതാണ്. അഹമ്മദിൻ്റെ ആദ്യ അനുഭവം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ആരെയാണ് കുളിപ്പിച്ചത് ചോദിക്കുമ്പോൾ അദ്ദേഹം അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പറായി ഉണ്ടായിരുന്ന, അവരുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് 80 വയസ്സിലധികം ഉണ്ട്. അയാളുടെ ഹെൽപ്പറായിട്ടാണ് അഹമ്മദ് ആദ്യമായിട്ട് ചെല്ലുന്നത്. അയാൾ കുളിപ്പിക്കാൻ വേണ്ട സാധനങ്ങളും വെള്ളങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ആ വൃദ്ധനായ മനുഷ്യൻ്റെ ജീവിതം അവർ പറയുന്നുണ്ട്, വളരെ ഹമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. അയാളുടെ മക്കളെല്ലാവരും അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരണപ്പെടുകയാണ്. അവരെയൊക്കെ കുളിപ്പിക്കുന്നത് ഈ 80 വയസ്സുള്ള മനുഷ്യനാണ്. അങ്ങനെ അയാളുടെ ജീവിതം വളരെ വിഷമഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. ചില സമയത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ വൃദ്ധനായി ഹോസ്പിറ്റലിലും മറ്റും പോകുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ ഈ അഹമ്മദിനാകും പിന്നീട് കുളിപ്പിക്കാനുള്ള ഡ്യൂട്ടി വരിക. അദ്ദേഹം ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു ദിവസം ഇയാൾ തിരിച്ചു വരികയാണ്, ഹോസ്പിറ്റലിൽ പോയി ഇയാൾ തിരിച്ചു വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സന്തോഷത്തോടെ പറഞ്ഞു അയാൾ അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അഹമ്മദിനും ഭയങ്കര സന്തോഷമായി, കാരണം തൻ്റെ യജമാനനാണല്ലോ, ജോലി ചെയ്യുന്ന ബോസാണല്ലോ. അങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടുകൂടെ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഇടത്തിലേക്ക് ഇയാൾ വരികയാണ്. ആ സമയത്ത് അഹമ്മദ് ഒരു മയ്യത്തിന് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വൃദ്ധനായ മനുഷ്യൻ അവിടുത്തെ കസേരയിൽ വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, നീ കഴുകൂ, ഞാൻ കാണട്ടെ. അങ്ങനെ അഹമ്മദ് മനോഹരമായി തന്നെ ആ മയ്യത്തിനെ കുളിപ്പിച്ച് കഫൻ പൊടുവൊക്കെ ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് വൃദ്ധനായ മനുഷ്യൻ എഴുന്നേറ്റ് അവരുടെ ഓഫീസ് മുറിയിലേക്ക് ചെന്നു. ഇവരെ കുളിപ്പിക്കലും കർമ്മമൊക്കെ കഴിഞ്ഞതിന് ശേഷം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ വൃദ്ധനായ മനുഷ്യൻ അഹമ്മദിൻ്റെ മടിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയുന്നു, മതി, നീ ഇപ്പോൾ ഉത്തമനായ ഒരാളായിട്ടുണ്ട്. ഞാൻ മരിക്കുമ്പോൾ നീയാണ് എന്നെ കുളിപ്പിക്കേണ്ടത് എന്ന് അഹമ്മദിനോട് പറയുകയാണ്. അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ വളരെ വികാരാതീതമായിട്ട് പറയുന്ന സെൻറ്റൻസുകളാണിത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ കുളിപ്പിക്കുന്നതും കഫം മൂടുന്നതും ഒക്കെ ഈ അഹമ്മദ് തന്നെയാണ്. മാത്രമല്ല, അഹമ്മദിൻ്റെ സ്വന്തം ഉമ്മയുടെ ഖബറിൻ്റെ അടുത്ത് തന്നെ ആ വൃദ്ധനായ മനുഷ്യനെ ഇയാൾ ഖബറടക്കുകയൊക്കെ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ പേടിയില്ലേ എന്നതായിരുന്നു അഹമ്മദിനോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. അഹമ്മദ് ഞെട്ടിക്കുന്ന മറുപടി പറയുന്നുണ്ട്. അഥവാ ഈ മരിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുമ്പോൾ പേടിയല്ല എന്നെ ഭരിക്കുന്നത്, മറിച്ച് കൂടുതൽ ഹമ്പിളാവാൻ, താഴ്മയോടുകൂടി ആളുകളോട് പെരുമാറാൻ, നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നൊരു ചിന്തയൊക്കെയാണ് ഈ ജോലികൾ നമ്മുടെ മുന്നിൽ തുറന്നിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹമ്പിളാവാനാണ് നമ്മോട് പറയുന്നത്. ഓസ്ട്രേലിയയിലുള്ള ഒരു മയ്യത്തിൻ്റെ കഥ പറയുന്നുണ്ട് അഹമ്മദ്. അവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഓസ്ട്രേലിയ ആ സമയത്തുള്ളത്. ദിവസങ്ങളായി മരിച്ചു കഴിഞ്ഞ ഒരാളെ അഹമ്മദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അഹമ്മദ് ആ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ശരീരം മുഴുവനും പുഴുക്കളാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും വായിൽ നിന്നൊക്കെ പുഴുക്കൾ വരുന്നു. വായിൽ നിന്ന് 8 കാലുകൾ വരുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ മനം മടുപ്പിക്കുന്ന തരത്തിലേക്ക് ആ ശരീരം വികൃതമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും അഹങ്കരിക്കാനുള്ളതല്ല, ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ്, നമ്മളിവിടെ അതിഥിയായി ജീവിക്കാനുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഹമ്പിളായി നമ്മളെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഈ ജോലിയെന്ന് അഹമ്മദ് പറഞ്ഞു വെക്കുന്നു. അതുപോലെ 20 വയസ്സായ 2 കുട്ടികൾ, അവർ ജിമ്മ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. ഒരാൾക്ക് ലൈസൻസ് ഇല്ല, അയാളാണ് കാർ ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വരെ കാണുന്നു. പോലീസ് കൈ കാണിച്ചിട്ട് ഇവർ നിർത്താതെ പോകുന്നു. പോലീസ് വരെ ഫോളോ ചെയ്യാണ്. അങ്ങനെ ഹൈ സ്പീഡിൽ ഇവർ റോഡിലൂടെ പോവുകയും
കാറ് ഇവിടെ ഇടിക്കുന്നു, എന്നിട്ട് ആ കാറ് കത്തിക്കരിയുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ശരീരം മുഴുവനും കത്തി അമരുന്നു. പലരും പറയുന്നുണ്ട് അഹമ്മദിനോട് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അഹമ്മദിൻ്റെ അതേ ജിമ്മിലാണ് ഇവരും വർക്ക് ചെയ്യുന്നത്. അഹമ്മദിനെ റോൾ മോഡലായിട്ട് കാണുന്ന രണ്ട് കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അഹമ്മദിന് ഭയങ്കര പേഴ്സണലായിരുന്നു. അഹമ്മദ് ഇവരെ രണ്ടുപേരെയും തൻ്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ടവലെടുത്തിട്ട് ഇവരെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒപ്പുകയാണ്. കത്തിക്കരിഞ്ഞ ബോഡിയാണ്. അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ ഒപ്പുന്നു, ടവൽ ഒഴിവാക്കുന്നു, അടുത്തൊരു ടവൽ എടുക്കുന്നു. ഞാൻ പറയുന്നുണ്ട് 20ലധികം ടവൽ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഓരോരുത്തരുടെയും കഫം അത് കുളിയായിട്ട് ഇങ്ങനെ ഒപ്പി എടുത്തിട്ടാണ് ഇവരെ കഫം മുടവ കൂടുകയും ഇവർക്ക് വേണ്ടിയിട്ട് കബറടക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വളരെ വികാരാതീതമായ നമ്മുടെ മനസ്സിനെ തന്നെ മയക്കിക്കിടത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ അഹമ്മദ് ഇങ്ങനെ വാതുപോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മറ്റൊരനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഫോൺ കോൾ വരികയാണ് അഹമ്മദിന്. ദിവസങ്ങളായി ഒരു അപ്പാർട്ട്മെൻറ്റിൽ മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ പറ്റിയിട്ടൊരു ഫോൺ കോൾ വരുന്നു. അഹമ്മദും കൂടെയുള്ള ആളുകളും വണ്ടിയെടുത്ത് അവിടെ ചെല്ലുന്നു. അപ്പാർട്ട്മെൻറ്റ് ലോക്കാണ്. ഉടനടി പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്നിട്ട് വാതിൽ കുത്തി തുറന്നു. അപ്പോൾ റൂമിലുള്ള ഹീറ്ററിൻ്റെ അടുത്താണ് ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത്. ഹീറ്റർ അപ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാരം കാരണത്താൽ ഈ മനുഷ്യൻ്റെ വയറ് വീർത്ത് പൊട്ടിപ്പോയിരിക്കുന്നു. മുഴുവനും അവയവങ്ങളൊക്കെ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന അവസ്ഥയിലേക്കാണ് പോലീസും അഹമ്മദൊക്കെ ചെല്ലുന്നത്. പോലീസുകാർ ഈ കാഴ്ച കണ്ട് നിൽക്കാൻ സഹിക്കാതെ അവരവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പക്ഷേ അഹമ്മദ് അവിടേക്ക് ചെല്ലുകയും ഇയാളെ മുഴുവനും പൊറുക്കിയെടുത്ത് ജോലിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ പറയുന്നുണ്ട് മരണത്തിന് വളരെ വ്യത്യസ്തമായ ഒരു സ്മെല്ലാണുള്ളത്. മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ശരീരത്തിന് അത്രയും ഭാരം കൂടും. ആ മണം, ഇങ്ങനത്തെ വൃത്തികെട്ട മണം അവരുടെ മൂക്കിൽ നിന്ന് ദിവസങ്ങളോളം പോവില്ല. അതുകൊണ്ട് അഹമ്മദ് ചെയ്യുന്നൊരു പണി അദ്ദേഹം പറയുന്നുണ്ട്. 2 വിക്സ് ഇൻഹേലർ എടുത്തിട്ട് ഇവർ 2 മൂക്കിലും വെക്കും. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഈ സ്മെല്ല് വരില്ല, വിക്സിൻ്റെ സ്മെല്ലാണ് വരിക. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് അഹമ്മദ് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്തു തീർക്കുന്നത്. ലോകത്തെ ഏറ്റവും ഭാരമുള്ള വസ്തു അത് കുട്ടികളുടെ മയ്യത്ത് കട്ടിലാണ് എന്ന് പറയപ്പെടാറുണ്ട്. ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ വാക്കുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. കുട്ടികളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ പറ്റി അഹമ്മദ് പറഞ്ഞിട്ടിങ്ങനെ കരയുന്നുണ്ട്. അഥവാ കുട്ടികളുടെ മയ്യത്ത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വലിയ മനുഷ്യനായിട്ട് പോലും കുട്ടികളുടെ മയ്യത്ത് കണ്ടാൽ ഇയാൾ വികാരാതീതനായിട്ട് കരഞ്ഞു പോവാണ്. അതിലേറെ വിഷമം ആ പാരൻസിനെ കാണുമ്പോഴാണ് ഇവരൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു അനുഭവം ഇങ്ങനെ അഹമ്മദ് പറയുന്നുണ്ട്. ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയാണ് പ്രിൻസിപ്പൾ. ആ ഉമ്മ കാർ ഡ്രൈവ് ചെയ്തിട്ട് സ്കൂളിലേക്ക് വരികയാണ്. ആ സ്കൂളിൻ്റെ സമീപത്ത് എത്തിയപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാട്ടർ ബോട്ടിൽ ചാടി നേരെ കാലിൻ്റെ അടിയിലേക്ക് പോകുന്നു. ആ വാട്ടർ ബോട്ടിൽ കാറിൻ്റെ ബ്രേക്കിൻ്റെ താഴെ പോയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആക്സിലേറ്റർ ഓൾറെഡി പോയി നേരെ ആ കാറ് ചെന്ന് കയറുന്നത് ഇവിടുത്തെ ഒരു ക്ലാസ്സിലേക്കാണ്. അങ്ങനെ ആ സ്പോട്ടിൽ അവിടെ വെച്ചുകൊണ്ട് 2 കുട്ടികൾ മരിക്കുന്നു. ഈ 2 കുട്ടികൾ, ഒരു കുട്ടി മുസ്ലിം ആയിരുന്നു, ഒരു കുട്ടി അമുസ്ലിം ആയിരുന്നു. ഈ മുസ്ലിമായ കുട്ടിയെ മരിച്ചതിന് ശേഷം കൊണ്ടുവരുന്നത് അഹമ്മദിൻ്റെ അടുത്തേക്കാണ്. അഹമ്മദാണ് ആ കുട്ടിയെ കുളിപ്പിക്കുന്നതും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും. അതിന് ശേഷം ആ ഉപ്പയുടെ അടുത്തേക്ക് ഇവരുടെ ആ കുട്ടിയെ കബറെടുക്കുന്ന ചടങ്ങിലേക്ക് ഈ ഉപ്പയുടെ കൂടെ അഹമ്മദ് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇതിനുള്ള പോലീസ് കേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആ സമയത്ത് ആ പിതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇല്ല ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. അഹമ്മദ് അത്ഭുതപ്പെട്ടു പോയി. എന്തു പറ്റി? ഇല്ല, ഞാൻ കേസിനൊന്നും പോകുന്നില്ല, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കുകയാണ് എന്ന് ആ പിതാവ് പറയുന്നു. അവർ പറയുന്നുണ്ട്, ഇത് ആക്സിഡൻ്റലി അറിഞ്ഞുകൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ല, വളരെ ആക്സിഡൻ്റലി സംഭവിച്ചു പോയ കാര്യമാണ്. മാത്രമല്ല ആ സ്ത്രീയെ, അവരുടെ കുടുംബത്തെയൊക്കെ ഞാൻ കാലങ്ങളായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു എന്ന് ആ മകൻ്റെ കബറടക്കുന്ന ചടങ്ങിൽ വെച്ചുകൊണ്ട് ആ പിതാവ് പറയുകയാണ്. ഇത് ഭയങ്കരമായിട്ട് വൈറലായി. സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് ട്വീറ്റുകളും പോസ്റ്റുകളായിട്ട് നമ്മൾ പല ഇടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് യഥാർത്ഥ ഇസ്ലാം, പുറത്തു കൊടുക്കുന്നതിൻ്റെയും വിട്ടുകൊടുക്കുന്നതിൻ്റെയും പാഠങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലുടനീളം നമ്മളൊരു കാലത്ത് കണ്ടിരുന്നു. അത് അഹമ്മദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അഹമ്മദ് അത് നേരിട്ട് കണ്ട മനോഹരമായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരീരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദങ്ങളെപ്പറ്റി അഹമ്മദ് സംസാരിക്കണം. അഥവാ ചുടുവെള്ളം തട്ടിക്കഴിഞ്ഞാൽ ചില ശരീരങ്ങളുടെ അവരുടെ മസിലുകളൊക്കെ ലൂസാവുന്നു. തൊണ്ടയിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ശബ്ദങ്ങൾ കേൾക്കും. അത് മരിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് മസിൽ ലൂസാവുമ്പോൾ അല്ലെങ്കിൽ അവയവങ്ങൾ, ഞരമ്പുകളൊക്കെ ലൂസാവുമ്പോൾ അവരുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ചില ശബ്ദങ്ങളായിട്ടാണ് അഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത്. മറ്റൊരു മനോഹരമായ സംഭവം അഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു ദിവസം ഇവർ ഖബറടക്കുന്നതിനിടയിൽ ഈ
ഖബറിലേക്ക് മണ്ണിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ ഫോണ് ഖബറിലേക്ക് വീണുപോയി. അപ്പോൾ ആ സമയത്ത് അയാളത് അറിയുന്നില്ല. എല്ലാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ പറയുന്നത് എൻ്റെ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ഫോണിലേക്ക് അടിച്ചു നോക്കിയപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ഇത് ഖബറിൻ്റെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ പറയുന്നത് എടുക്കാൻ പറ്റില്ല, ആ ഫോൺ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന മനോഹരമായ സംഭവങ്ങളൊക്കെ അഹമ്മദ് ആ ഇൻ്റർവ്യൂവിലൂടെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. മരണസമയത്തെ പറ്റി അഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട്. മരണസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നമ്മുടെ അടുത്തേക്ക് അയക്കും. നല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലക്ക് ചുറ്റും മലക്കുകൾ ഇങ്ങനെ അടുത്ത് വരികയും അദ്ദേഹത്തിന് സമാധാനവും സന്തോഷം നൽകുകയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കപ്പിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ എണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ നല്ല ആളുകളുടെ റൂഹിനെ മലക്കുകൾ ഇങ്ങനെ വലിച്ചെടുക്കുന്നതിനെ പറ്റിയും അവർ വളരെ സമാധാനത്തോടു കൂടെ മരണത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്നതിനെ പറ്റി അഹമ്മദ് പറയുന്നു. മാത്രമല്ല കുളിപ്പിക്കുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ വെള്ള തുണി വിരിച്ചു കഴിഞ്ഞാൽ അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് അവയവങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആകൃതിയും ഒക്കെ കാണും എന്നുള്ളതുകൊണ്ട് ബ്ലാക്ക് തുണിയാണ് ശരീരത്തിൽ ഇങ്ങനെ ഇവിടെ ചെസ്റ്റ് മുതൽ കാൽമുട്ട് വരെ ഒരു ബ്ലാക്ക് തുണി ഇങ്ങനെ വിരിച്ചിടും. അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ടാണ് അവിടെ എല്ലാം രഹസ്യഭാഗങ്ങളിലൊക്കെ കഴുകുന്നത്. അതാരും കാണുകയോ അഹമ്മദ് പോലും ആ സ്ഥലത്തേക്കൊന്നും നോക്കുക പോലും ചെയ്യാനില്ല. മുഴുവൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ആ പഞ്ഞിയിലേക്കാണ് നോക്കുന്നത്. ഫുൾ ക്ലീൻ അല്ലേ. ആദ്യമേ വയറ് ഫുള്ള് പമ്പ് ചെയ്ത് വയറിലുള്ള എല്ലാ വേസ്റ്റുകളും പുറത്താക്കിയതിന് ശേഷമാണ് കഴുകാനും മറ്റുള്ള പരിപാടികളിലേക്കൊക്കെ കിടക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജോബല്ല, നമുക്കൊക്കെ ഭയങ്കര ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള, ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യേണ്ട, അത്രയും ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജോലിയാണ് ഈ മരണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതൊക്കെ. ഇസ്ലാം ഇത് വളരെ പവിത്രമായ ഒരു കർമ്മമായിട്ടാണ് പരിഗണിക്കുന്നത്. എന്തിനാണ് നിങ്ങളിങ്ങനെ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നത്, എന്തിന് ഖബറടക്കുന്നു എന്നൊക്കെ മുസ്ലിങ്ങളായ ആളുകളൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇസ്ലാം ഓരോ മനുഷ്യനും നൽകുന്ന ഡിഗ്നിറ്റിയാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. കേവലം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ദഹിപ്പിച്ച് കളയുക, കത്തിച്ച് കളയുക എന്നുള്ളതൊക്കെ ആ ശരീരത്തിനോട് നമ്മൾ ചെയ്യുന്ന ഒരു അനാദരവാണ്. അത് വളരെ മനോഹരമായി കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് അത് അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് തന്നെ, ഈ ഭൂമിയിൽ നിന്ന് മണ്ണിൽ തന്നെ ഉണ്ടാക്കിയ ശരീരം ആ ഭൂമിയിലേക്ക് തന്നെ, ഏറ്റവും പ്യുവറസ്റ്റ് ഫോമായ സോയിൽ, ഈ ഭൂമിയാണ് ഏറ്റവും പ്യുവറായിട്ടുള്ളത്, ആ ഭൂമിയിലേക്ക് തന്നെ ഇറക്കി വെക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇസ്ലാമും അള്ളാഹുവും പ്രവാചകനും മതമൊക്കെ ആ മനുഷ്യനോട് ചെയ്യുന്ന അതിൻ്റെ റെസ്പെക്റ്റാണ്. ഒരിക്കൽ യൂറോപ്പിൽ നിന്നുള്ള കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ മരണസമയത്തെ പറ്റി അഹമ്മദ് പറയുന്നുണ്ട്. അയാളുടെ കുടുംബത്തിൽ അയാൾ മാത്രമാണ് മുസ്ലിം ആയിട്ടുള്ളത്. ആ വൃദ്ധനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ സഹോദരങ്ങൾക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ ഖബറടക്കാൻ പാടില്ല, ഇദ്ദേഹത്തിന് ഞങ്ങളെ ആചാരപ്രകാരം ദഹിപ്പിക്കണം, ഞങ്ങൾ കത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അഹമ്മദ് ഒരുപാട് എതിർക്കുന്നുണ്ട്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവരുടെ ആ സഹോദരന്മാരുടെ നിർബന്ധത്തിൽ വഴങ്ങി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുകയാണ്. അന്ന് അഹമ്മദും പോകുന്നുണ്ട് അയാൾ ദഹിപ്പിക്കുന്ന ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ദഹിപ്പിക്കുന്ന മെഷീനിലേക്ക് ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ ഇങ്ങനെ കിടത്തി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് തീ കൊടുത്തു കഴിഞ്ഞപ്പോൾ, തീ ശരീരത്തിൽ തട്ടിയപ്പോൾ അയാളിങ്ങനെ ചാടി എഴുന്നേറ്റു. ആ സഹോദരൻ ഇവിടെ നിന്ന് ഉറക്കനെ വിളിച്ച് പറയുന്നു, ഈ സലായ് അയാൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ്. പക്ഷേ സത്യത്തിൽ അത് ജീവനുള്ളതല്ല. പെട്ടെന്ന് ചൂട് വരുമ്പോൾ അസ്ഥിയും ശരീരമൊക്കെ ഒന്ന് ഉണർന്നത് അതിൻ്റെ ഒരു റിയാക്ഷൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ ഉയരുന്നതാണ്. ശരിക്കും അയാൾക്ക് ജീവനില്ല, മരിച്ചു പോയിരുന്നു എന്നൊക്കെ അഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനോഹരമായ ഓർമ്മകൾ അഹമ്മദ് പങ്കുവെക്കുന്നു. ഇസ്ലാം ഇങ്ങനെ മനുഷ്യരെ കത്തിച്ച് കളയാത്തത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എന്തുകൊണ്ട് ഇറക്കി വെക്കുന്നു എന്നുള്ളതൊക്കെ ഇസ്ലാം പങ്കുവെക്കുന്ന മനുഷ്യ ബഹുമാനത്തിൻ്റെ സൂചകമാണ്. മാത്രമല്ല ഇത് വളരെ സാഹോദര്യത്തിൻ്റെ വളരെ വലിയ പ്രതീകവുമായിട്ട് നമുക്ക് കാണാം. മരിച്ച ഒരാളെ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ അപരിചിതരായ ഏതോ മനുഷ്യരായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും. ഈ ഒരു അവരെ കൊണ്ടുപോകുന്നതും കുളിപ്പിക്കുന്നതും അവരെ ഖബറടക്കുന്നതൊക്കെ അത് ഇസ്ലാമിൻ്റെ വളരെ വലിയ സാഹോദര്യത്തിൻ്റെ പാഠവും ഇസ്ലാം ഇതിലൂടെ ഇങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ റിഗ്രറ്റുകളെ പറ്റി, അവരുടെ ഏറ്റവും വലിയ ഖേദം എന്താണ് എന്ന് അഹമ്മദിനോട് ചോദിക്കുമ്പോൾ അത് ബന്ധങ്ങളെ പറ്റിയാണ് അഹമ്മദ് പറയുന്നത്. ഒരിക്കൽ ഒരു സഹോദരൻ, ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ സഹോദരൻ ഖബറിൻ്റെ അടുത്ത് നിന്ന് ചുമരിലിങ്ങനെ തല തല്ലിയിട്ട് കരയുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ 10 വർഷമായിട്ട് സംസാരിക്കാറില്ല. പരസ്പര ബന്ധങ്ങളിങ്ങനെ മുറിച്ച് ജീവിക്കുന്നവരെ, അതില്ലാതാക്കി കഴിയുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത്. 10 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല. ഒരു ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ അതേ സ്ട്രീറ്റിൽ താമസിക്കുന്ന മക്കൾ ആ ഉമ്മ മരിച്ചത് അറിഞ്ഞിട്ടില്ല. മരിച്ചവരുടെ ബന്ധം വിച്ഛേദിക്കുന്നതിനെ പറ്റി, അത് മരണത്തിന് ശേഷം വലിയ ഖേദമായിട്ട് ആളുകൾ വിങ്ങിപ്പൊട്ടി കരയുന്നത് അഹമ്മദ് പറയുന്നുണ്ട്. അപ്പോൾ
മരണത്തിന് മുമ്പ് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം എന്ന് അഹമ്മദ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരണസമയത്ത് കാലടിയുടെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കും. അഥവാ നമ്മുടെ ഖബറിലേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നടന്നു പോകുന്നതിൻ്റെ കാലടി ശബ്ദം നമ്മളിങ്ങനെ ചെവിയിലൂടെ കേൾക്കും. മാത്രമല്ല, മരിച്ചു കഴിഞ്ഞവരുടെ അസ്ഥികളും എല്ലുകളും നിങ്ങൾ പൊട്ടിക്കരുത്, അത് വികൃതമാക്കരുത്, അത് ശരീരത്തിന് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ വേദനയുടെ കാര്യത്തിൽ മരിച്ചു കഴിഞ്ഞ ആളുകൾക്ക് വീണ്ടും വേദന ഉണ്ടാകും, ഒരു ഈച്ച ഇരുന്നാൽ പോലും വലിയ വേദനയാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും അത് ഹദീസിലൂടെയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായോ ഒന്നും തെളിയിക്കപ്പെടാത്തൊരു വസ്തുതയാണ്. മരിച്ച ആളുകൾക്ക് പിന്നീട് അവരുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അവർക്ക് വേദന സംഭവിക്കുക എന്നുള്ളത് അസംഭവ്യമായ, എവിടെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മിത്ത് മാത്രമാണ് അത്. മരിച്ച ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ തൊട്ട വലിയ വേദനകൾ ഉണ്ടാകുന്നത്. എങ്കിലും അള്ളാഹുവും പ്രവാചകനൊക്കെ ആ ശരീരത്തെ ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലുകളൊന്നും പൊട്ടിക്കരുത്, അസ്ഥികൾ ഒന്നും വികൃതമാക്കി മാറ്റരുത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അഹമ്മദ് ഒരു ദിവസം ഇങ്ങനെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ആളുകൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരാൾ വലിയ നീളമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അവരോട് അഹമ്മദിനോട് ചോദിക്കുന്നുണ്ട്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? അഹമ്മദ് പറയുന്നു, ഇത് ആർക്ക് വേണ്ടിയിട്ടല്ല, എക്സ്ട്രാ ഇങ്ങനെ കുഴിച്ചിടാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ കുഴിച്ചിടുകയാണ്, ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് ഖബർ ആവശ്യം വന്നാൽ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ പിരിഞ്ഞു പോകുന്നുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. ആ ഖബറിടത്തിലേക്ക് ഒരാളെ മരിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ അയാളുടെ കാലിനല്പം നീളം കൂടുതലായിരുന്നു, അഥവാ ആ ഖബറിൽ അയാളെ കൊള്ളുന്നില്ല. ആ കാല് മടക്കിയും കുറച്ച് ഖബർ അവിടെ എക്സ്ട്രാ എടുത്തൊക്കെയാണ് അങ്ങനെ അയാൾ അവിടെ മറവ് ചെയ്യുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഒരു സ്ത്രീ ഒരു ദിവസം അഹമ്മദിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ അഹമ്മദിനോട് സംസാരിക്കുന്നുണ്ട്, ഇയാളെ നിങ്ങൾക്ക് അറിയുമോ? അഹമ്മദ് പറയുന്നുണ്ടില്ല. പറയുന്നു, ഇവിടെ ഒരാൾ നേരത്തെ നിങ്ങളെ കാണാൻ വന്നിരുന്നില്ലേ? അപ്പോൾ അഹമ്മദ് പറയുന്നുണ്ട്, അലി എന്നായിരുന്നു അയാളുടെ പേര്. ഒരു കറുത്ത ജാക്കറ്റ് അണിഞ്ഞ കൂടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അയാളുടെ ഇഷ്ടപ്പെട്ട ജാക്കറ്റായിരുന്നു അത്. അഹമ്മദിന് അപ്പോൾ ബോധ്യപ്പെടുകയാണ്, ആ മനുഷ്യൻ തൻ്റെ ഖബർ കുഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്, അത് ഉറപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് അയാൾ നേരത്തെ വന്നത്. ഇത് മരിച്ചു കഴിഞ്ഞിട്ടും അഹമ്മദിനെ വേട്ടയാടിയ സംഭവങ്ങളെപ്പറ്റി ചോദിക്കുമ്പോഴാണ് അഹമ്മദ് ഈ ഒരു മറുപടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. പ്രിയപ്പെട്ട മനുഷ്യരെ, അഹമ്മദിൻ്റെ ഉപ്പയെ ഖബറടക്കിയ വളരെ വികാരാതീതമായ വേദനയുടെ ആ സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത്. തൻ്റെ ഉപ്പ തൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒപ്പുവെച്ചത് ആ സമയത്ത് അഹമ്മദിന് ഓർമ്മ വരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് മോർച്ചറിയിലേക്ക് അല്ലെങ്കിൽ ഖബറടക്കുന്നിടത്തേക്ക് വാനിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അഹമ്മദ് ഇങ്ങനെ ബെറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉപ്പയെ കിടത്തിയിരിക്കുന്നു. ഉപ്പയോട് സംസാരിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങളെനിക്ക് ഡ്രൈവിങ് പഠിപ്പിച്ചെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ എടുത്തിട്ട് പോവാണ്. കഫം പുടവയിൽ ഉപ്പയെ ഇങ്ങനെ പൊതിയുമ്പോൾ അഹമ്മദ് പറയുന്നു, ഉപ്പ നിങ്ങളെനിക്ക് വസ്ത്രങ്ങൾ ഇട്ട് തന്നത്, പനിച്ച് കിടക്കുമ്പോൾ നിങ്ങളെന്നെ പുതപ്പിച്ചത് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നു. ഉപ്പയെ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഉപ്പ എന്നെ കുളിപ്പിച്ചത് എനിക്ക് ഓർമ്മ വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹമ്മദ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലൊരു തുടക്കമാണ് ഉപ്പ, ഇത് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് ഒരു സങ്കടപ്പെടേണ്ട, ഞാനും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് എത്തും എന്ന് അഹമ്മദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും ഹാർഡസ്റ്റ് പോയിന്റ് എന്നുള്ളത് അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ രക്ഷിതാക്കൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ മക്കൾ മരിച്ചു പോവുക എന്നുള്ളതാണ്. കേവലം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യങ്ങളിലൂടെ എപ്പോഴെങ്കിലും ഒരാൾക്ക് കടന്നു പോവേണ്ടി വരും. അല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കുക, തൻ്റെ പാരൻസ് ജീവിച്ചിരിക്കെ താൻ മരിച്ചു പോവുക എന്നുള്ളതൊക്കെ വളരെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണത്. ആ ജീവിതഘട്ടങ്ങളിലൂടെ ഒരു മനുഷ്യൻ എന്തായാലും കടന്നു പോവേണ്ട ആവശ്യകത ഉണ്ടായിട്ട് വരും. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില ജില്ലകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം കൊല്ലത്ത് പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഖബർസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലമൊന്നുമില്ല. അതുകൊണ്ടൊരു 19 ഖബറുകൾ ഇങ്ങനെ ആൾറെഡി കുടിച്ചിട്ടിരിക്കും, ഓരോ റോലിങ്ങനെ ആയിട്ട്. അത് ഓരോരുത്തരെ ഇങ്ങനെ ഖബറടക്കി വരും. അതിനുശേഷം ഇത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുടെ ഖബർ അവിടെ കുഴിക്കും, അടുത്ത ആൾ അവിടെ വെക്കും. അങ്ങനെ സ്ഥലപരിമിതിയുള്ള സ്ഥലത്ത് അങ്ങനെയാണ് ചെയ്യുക. അഹമ്മദ് പറയുന്നുണ്ട്, ഓസ്ട്രേലിയയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചിട്ട ഒരാളുടെ ഖബർ ഇവർ വീണ്ടും അത് കുഴിക്കുകയാണ്. ആ സമയത്ത് ഒരു ഞെട്ടിപ്പോകുന്നു. എങ്ങനെയാണോ ആ മയ്യത്ത് അവിടേക്ക് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കി വെച്ചത്, ഒരു മാറ്റവും ഇല്ലാതെയാണ്
അതവിടെ നിലനിൽക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ രണ്ടാമത് കുഴിക്കുമ്പോൾ ചില എല്ല് പൊട്ടുകളോ ഒക്കെ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അതൊരു ഭാഗത്തേക്ക് നീക്കി പുതിയ മയ്യത്ത് അവിടേക്ക് ഇറക്കി വെക്കുകയാവും ചെയ്യുക. പക്ഷേ ഇതിങ്ങനെ കണ്ടു, ഒരു മാറ്റവുമില്ല. അതിങ്ങനെ റൗണ്ട് പൂർത്തിയായി വീണ്ടും വന്നപ്പോഴും കുഴിച്ചു നോക്കിയപ്പോൾ ഈ മയ്യത്ത് അതുപോലെയുണ്ട്, ഒരു മാറ്റവുമില്ല. പിന്നീട് അവർ തീരുമാനിക്കുന്നു ഈ ഖബർ ഇനി ഒരിക്കലും തുറക്കരുത്. അങ്ങനെ അത് ആ വ്യക്തിക്ക് വേണ്ടി ശാശ്വതമായിട്ട് അവിടെ നിലനിർത്തുകയാണ്. ഇങ്ങനെ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞു പോയാലും ഒന്നും സംഭവിക്കാത്ത എത്രയോ മയ്യത്തുകൾ. അവസാന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ തന്നെ ചിലപ്പോൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണസമയത്ത് അദ്ദേഹം ലാ ബഅദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മകൻ അത്ഭുതപ്പെടുന്നു, എന്താണ് ഉപ്പാക്ക് പറ്റിയത്? ഈ മരണ വെപ്രാളത്ത് കിടക്കുമ്പോൾ ലാ എന്നാണല്ലോ ഉപ്പ പറയുന്നത്, എന്തു പറ്റി ഉപ്പ എന്ന് ഉപ്പയോട് മകൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉപ്പ പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ തലഭാഗത്ത് ശൈത്താൻ വന്ന് വിരൽ കടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, അഹമ്മദേ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ശൈത്താൻ പറയുകയാണ്. കാരണം അഹ്മദ് ബിൻ ഹംബൽ നല്ല വിശ്വാസിയായ പണ്ഡിതനായ മനുഷ്യനായിരുന്നല്ലോ. അതുകൊണ്ട് ശൈത്താനെ പിയപ്പിക്കാൻ പറ്റിയില്ല, എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടല്ലോ എന്ന് ശൈത്താൻ പറയുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇല്ല അവസാന സമയം വരെ അത് ബാക്കിയുണ്ട് എന്ന് അഹ്മദ് ബിൻ ഹംബൽ പറയുന്നുണ്ട്. അതിന് വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത് അങ്ങനെ പറയാൻ കാരണം അവസാന സമയത്ത് ശൈത്താൻ വന്നുകൊണ്ട് ഇത് ശൈത്താൻ്റെ അവസാന തടവാണ് ഈ മനുഷ്യനെ പിയപ്പിക്കാനുള്ള. ശൈത്താന് എന്നെ പിയപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന മാനുഷികമായ ഒരു അഹങ്കാരം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരും. അതുകൊണ്ട് തന്നെ അവസാന സമയം വരെ ബാക്കിയുണ്ട് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പിശാചിനോട് പറഞ്ഞതാണ്. ആ മാനുഷികമായ അഹങ്കാരം പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹുസ്നുൽ ഖാത്തിമയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറയാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല അന്ത്യം ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതാണ് ജീവിതത്തിൽ അത്യന്തികമായ വിജയം. അത് സദാ നമ്മളെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സാന്ദർഭികമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മരണശേഷം എല്ലാവരും നമ്മളെ വിട്ടുപിരിയും. പിന്നീട് അയാൾക്ക് എന്താണ് അവശേഷിക്കുക എന്ന് 3 കാര്യങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന മക്കളെ അവരുടെ അമലുകൾ നമ്മളിലേക്ക് എത്തും, അതിൻ്റെ പ്രതിഫലം നമ്മളിലേക്ക് എത്തുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിലൂടെ പറയുന്ന കാര്യമാണ്. മാത്രമല്ല രണ്ടാമത്തേത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമുകൾ നമുക്ക് സദാസമയം ഉപകാരപ്പെടും. മാത്രമല്ല മൂന്നാമത്തേതായിട്ട് സ്വതക്കത്തുൻ ജാരിയായ സ്വതക്കകൾ, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സദാ അയാളുടെ ജീവിതത്തിൽ മുഴുവനും ഉപകാരപ്പെടുമെന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ മരണത്തെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സദാ മരണത്തെ ഓർക്കുമ്പോൾ നമ്മുടെ അഹമ്മദ് പറയുന്ന പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഹമ്പിളാവും. നമ്മുടെ ജീവിതം വളരെ ഹമ്പിളാവും. നമ്മൾ ഈ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളതാണ്. ഈ വേൾഡ് വളരെ ടെമ്പററിയാണ്, ഇത് താൽക്കാലികമായ ഒരു ലോകമാണ് എന്നുള്ള ബോധ്യം നമുക്ക് മനസ്സിലുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ്. നമ്മളെ ഒരു ഖലീഫയായിട്ട് ഇവിടെ പറഞ്ഞയച്ചതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി, നമ്മൾ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെപ്പറ്റി, നമ്മുടെ നിസ്കാരം, നമ്മുടെ ഓത്ത്, നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള തികഞ്ഞ ബോധ്യം മരണത്തെ നിരന്തരം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഉണ്ടാവും. മാത്രമല്ല ഇടയ്ക്കിടെ നമ്മൾ ഇതുപോലെയുള്ള ഖബറുകൾ സന്ദർശിക്കുക, നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ആ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മക്കളൊക്കെ കൊണ്ട് ഖബർ സന്ദർശിക്കാൻ പോവുക. ആ ഖബർ കാണലും മരണ വീട് കാണലും മരണം കാണലും ഒക്കെ ഈ ഒരു മരണത്തെപ്പറ്റി നമ്മൾ സ്ഥിരം ചിന്തിക്കാനും അത് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. 15 വയസ്സുള്ള ഒരു കുട്ടി ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് മരിക്കാൻ കിടക്കുമ്പോൾ ഉപ്പ അടുത്തേക്ക് വരുമ്പോൾ ആ കുട്ടി ഉപ്പയോട് പറയുന്നുണ്ട്, ഉപ്പ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഭയങ്കര പേഷ്യൻ്റ് ആവും, നിങ്ങൾ ക്ഷമിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ കുട്ടി 15 വയസ്സ് മാത്രമുള്ള കുട്ടി ക്യാൻസർ രോഗം പിടിപെട്ട് മരിക്കാൻ കിടക്കുമ്പോൾ തൻ്റെ ഉപ്പയ്ക്ക് കൊടുക്കുന്ന വാക്കുകളാണിത്. ആ ഉപ്പയെ ആശ്വസിപ്പിക്കുന്നത് മരണക്കിടക്കയിൽ കിടക്കുന്ന കുട്ടിയാണ്. അത്രയും മെച്യൂർഡായിട്ട് ആ മരണത്തെ വളരെ സില്ലിയായിട്ട് കാണാനും ഈ നമ്മുടെ മരണം എന്തായാലും നമ്മളെ വന്ന് രുചിക്കും എന്ന ബോധ്യവും നമ്മളിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. ആ കുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷം അഹമ്മദ് പറയുന്നുണ്ട്, അവൻ്റെ മുഖത്ത് വളരെ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ കുളിപ്പിച്ച് കഫംപുടവ ചുറ്റുന്ന സമയത്ത് അവൻ്റെ പല്ലുകൾ പുറത്തേക്ക് കാണുന്ന തരത്തിലേക്ക് മനോഹരമായ പുഞ്ചിരി. ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെയും പുഞ്ചിരി മരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് അഹമ്മദ് അവിടെ പറയുന്നുണ്ട്. 92-93 വയസ്സുള്ള 2 സഹോദരിമാർ മരിച്ചുപോയി.
അവരുടെ കുടുംബക്കാരെല്ലാവരും വലിയ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊന്നുമല്ല. അതുകൊണ്ട് എങ്ങനെ ഇവരെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അതുപോലെ കബറടക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഇവർ അഹമ്മദിനെ വിളിക്കുന്നുണ്ട്. അഹമ്മദ് അവിടെ ചെല്ലുന്നു. ഇവരെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് കബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഗന്ധപൂരിതമായ അന്തരീക്ഷമായിട്ട് അവിടെ മാറുകയാണ്. അഹമ്മദിൻ്റെ ഹെൽപ്പർമാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പെർഫ്യൂം വല്ലതും യൂസ് ചെയ്തിരുന്നോ? അവർ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എത്ര കബർ കുഴിക്കുന്നോ വളരെ സുഗന്ധപൂരിതമായിട്ട് ആ കബറുകൾ മാറുന്നുണ്ട്. അത് ആ കബറിലേക്ക് അവർ ഇറക്കി വെക്കുന്നു. ഇസ്ലാമികമായ ഫാമിലി അല്ല എന്ന് പറഞ്ഞിട്ട് പോലെ ഇസ്ലാമികമായ ഫാമിലി അല്ല, മയ്യത്ത് കുളിപ്പിക്കാനോ കഫൻ പടവോ പോലും ചെയ്യാൻ അറിയാത്ത ഇവരുടെ കബർ കുഴിക്കുമ്പോൾ ഇങ്ങനെ സ്മെല്ലുണ്ടാവുന്നു എന്ന് അറിയുന്നില്ല. അഹമ്മദ് ഈ കാര്യത്തിൽ എങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരാൾ അഹമ്മദിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നു, ഈ 2 സഹോദരിമാർ അവർ വളരെയധികം ഇസ്ലാമിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. ഇവരുടെ വീട്ടുകാരെ പോലെ ഒന്നുമല്ല, ആരാധനാകർമ്മങ്ങളിൽ അത്രയും ശ്രദ്ധയുള്ള മനോഹരമായ ജീവിതം വഹിക്കുന്ന ആളുകളായിരുന്നു എന്ന് അഹമ്മദിനോട് പിന്നീട് അവരുടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട്. മരണത്തെ പറ്റിയുള്ള ഒരുപാട് പാഠങ്ങളാണ് സത്യത്തിൽ അഹമ്മദ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. 10,000 ആളുകളെയൊക്കെ ഖബറിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു ജോലി എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ആ മനുഷ്യനെ കൂടുതൽ അള്ളാഹുവിലേക്കും ഈ ലോകത്തിൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ പഠിക്കാൻ വേണ്ടി അയാൾ ഏറെ ഉപകരിച്ചിട്ടുണ്ടാവും. അത്രയും ഹമ്പിളായിട്ട് ആ മനുഷ്യൻ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മരണത്തിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒരു നല്ല അന്ത്യം നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.